കരീബിയൻ കടലിൽ സംഘർഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വെനസ്വേലയുടെ നിയന്ത്രണത്തിലുള്ള വൻ എണ്ണക്കപ്പൽ അമേരിക്കൻ സേന പിടിച്ചെടുത്തിരിക്കുന്നു. വെനസ്വേലയിലെ നിക്കോളാസ് മറുഡോ ഭരണകൂടത്തിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കരീബിയൻ കടലിലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ചാണ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് നാവികസേനയുടെ സഹായത്തോടെ ഈ ഭീമൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. വെനസ്വേലയുടെ PDVSA എന്ന സർക്കാർ എണ്ണ കമ്പനിയുമായി ബന്ധപ്പെട്ട കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ വ്യാപാര ഉപരോധങ്ങൾ ലംഘിച്ച് എണ്ണ കടത്താൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ നടപടിക്ക് പിന്നിൽ. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ വെനസ്വേലയിലേക്കും ഇറാനിലേക്കും ക്രൂഡ് ഓയിൽ എത്തിച്ചിരുന്ന കപ്പലാണ് പിടിച്ചെടുത്തതെന്നാണ് പാം ബോണ്ടി വിശദമാക്കുന്നത്. ഈ കപ്പലിനെതിരെ നിരവധി വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വിദേശ ഭീകരവാദ സംഘടനയ്ക്ക് അനധികൃതമായി എണ്ണ എത്തിക്കുന്ന കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്കൻ നടപടിയിൽ വെനസ്വേല പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ കാരക്കാസിൽ നടന്ന റാലിയിൽ പോരാളികളെ പോലെ പെരുമാറണമെന്ന് നിക്കോളാസ് മറുഡോ ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു. വേണ്ടിവന്നാൽ വടക്കൻ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പല്ലുകൾ അടിച്ച് താഴെയിടേണ്ടി വരാൻ സജ്ജമാണ് എന്നും നിക്കോളാസ് റാലിയിൽ പ്രതികരിച്ചിരുന്നു. അവർക്ക് വേണ്ടത് നമ്മുടെ എണ്ണയും ഇന്ധനവും സ്വർണവും നമ്മുടെ കടലുമാണ് എന്നും അവർ കള്ളന്മാരാണ് എന്നും പ്രതിവാര ടെലിവിഷൻ പരിപാടിയിൽ വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി ദിയോസ് ഡാഡോ കാബെല്ലോ പ്രതികരിച്ചു. 2013 മുതലാണ് വെനസ്വേലയിൽ നിക്കോളാസ് മറുഡോ അധികാരത്തിലെത്തുന്നത്. ഹ്യൂഗോ ഷാവലസ് ക്യാൻസർ ബാധിതനായി മരണത്തിന് കീഴടങ്ങിയ ശേഷമാണ് നിക്കോളാസ് മറുഡോ അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിക്കോളാസ് മറുഡോ അട്ടിമറിച്ചതായി വ്യാപക ആരോപണം ഉയർന്നിരുന്നു. ഓഗസ്റ്റ് മാസം മുതൽ 50 മില്യൺ യൂറോയാണ് മറുഡോയുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരിക്കുന്നത്. ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളുമായി വെനസ്വേല നടത്തുന്ന എണ്ണ ഇടപാടുകൾ അമേരിക്കൻ ഉപരോധങ്ങളുടെ ലംഘനമാണ്. ഈ കപ്പൽ അത്തരമൊരു നിയമവിരുദ്ധ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നാണ് US അധികൃതർ വാദിക്കുന്നത്. വെനസ്വേലയിലെ മറുഡോ ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ വെനസ്വേല ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. കപ്പൽ പിടിച്ചെടുത്ത നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും നഗ്നമായ ലംഘനമാണ് എന്നാണ് വെനസ്വേലയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മറുഡോ അമേരിക്കൻ നടപടിയെ സ്റ്റേറ്റ് സ്പോൺസേർഡ് പൈറസി എന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എണ്ണയുടെ വിതരണത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവ് കാരണം ആഗോള എണ്ണവിലയിൽ ചാഞ്ചാട്ടമുണ്ടാവാം. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ ലോകമെമ്പാടും എത്രത്തോളം ശക്തമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. വെനസ്വേലയ്ക്ക് എണ്ണയും ഇന്ധനവും എത്തിക്കാൻ ഇറാൻ സഹായം നൽകുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമെതിരെ അമേരിക്ക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം. ചൊവ്വാഴ്ച വെനസ്വേല ഉൾക്കടലിൽ 40 മിനിറ്റോളമാണ് അമേരിക്കൻ സൈനിക വിമാനങ്ങൾ വലം വെച്ചത്. വെനസ്വേലയിലെ ഏറ്റവും പ്രശസ്തമായ നഗരമായ മാരായ്ക്കായ്ബോയ്ക്ക് സമീപത്തായിരുന്നു ഈ സൈനിക അഭ്യാസം. കപ്പലിലെ ജീവനക്കാരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും കപ്പൽ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ അമേരിക്കൻ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നവംബർ പാതിയോടെ നിറച്ച 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സ്കിപ്പറിലുണ്ട്. ക്യൂബ ലക്ഷ്യമാക്കിയായിരുന്നു കപ്പലിന്റെ യാത്രയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക വൈകാതെ വെനസ്വേലയ്ക്കെതിരെ കരയുദ്ധം ആരംഭിച്ചേക്കാമെന്ന സൂചനയാണ് കപ്പൽ പിടിച്ചെടുത്ത നടപടിയിലൂടെ വ്യക്തമാകുന്നത്. നിലവിൽ കരീബിയൻ കടലിൽ അമേരിക്കൻ സേന തമ്പടിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്താരോപിച്ച നിരവധി വെനസ്വേലൻ ബോട്ടുകൾ അമേരിക്ക തകർത്തിരുന്നു. ഈ വിഷയം വരും ദിവസങ്ങളിൽ UN അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.